നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങളും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എപ്പോൾ കടഭാരം തീരുമെന്നും എപ്പോൾ സമാധാനമുണ്ടാകുമെന്നും അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെയും ആലോചിച്ച് വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ തൊടുകുറി ശാസ്ത്രം പറയുന്നു, കഷ്ടതകളാലും കടഭാരങ്ങളാലും രോഗങ്ങളാലും പ്രയാസങ്ങളാലും നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെയധികം അനുഗ്രഹപ്രദമായ ഒരു തൊടുകുറി ഫലം തന്നെയായിരിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഈശ്വര സഹായത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം കണിക്കൊന്നയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് വിഷുക്കണിയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിലെ എല്ലാതര പ്രയാസങ്ങളും കഷ്ടതകളും കടഭാരങ്ങളും ഒക്കെ മാറ്റിയെടുക്കുവാനും ജീവിതത്തിലൊരു അനുഗ്രഹം സ്വന്തമാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഇത് സഹായകരമാകും. നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ കൊന്നപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹകരമായ ഒരു ഫലമാണ്. വളരെയധികം സന്തോഷമുള്ള വ്യക്തികളാണ്. എല്ലാവർക്കും എല്ലാം ലഭിക്കുന്നതിലും ഒരു പരാതികളില്ലാതെ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടെയാകുന്നു നിങ്ങൾ. നിങ്ങളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, കടഭാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, അവഗണനകൾ, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെയും കടഭാരത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ എണ്ണങ്ങൾ വളരെ കൂടുതലാണ്. സന്തോഷകരമായി ഇരിക്കുവാനോ അല്ലെങ്കിൽ സമാധാനപരമായി ഭവനത്തിൽ ഒരു ദിവസം കഴിയുവാനോ ഒന്നും കഴിയുന്നില്ല. അത്രത്തോളം ഭാരമാണ് അനുദിനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നിരുന്നാലും ഈ ഒരു നാളിൽ തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാൾക്ക് നാൾ കടന്നു വരിക. പ്രയാസങ്ങളെ മറികടന്ന് പ്രതിസന്ധികളെ മറികടന്ന് ജീവിതത്തിലൊരു അനുഗ്രഹം നേടുക എന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന തകർച്ചകൾ, കടഭാരത്തിൻ്റെ അനുഭവങ്ങൾ, ഇതെല്ലാം മാറുവാനും സർവേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. വിശ്വാസം എന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ വിശ്വാസം നിങ്ങളിലുള്ള കാലത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരില്ല എന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് കഴിയും. അത്രത്തോളം ഭാഗ്യാനുഭവങ്ങളാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ ഈ വരുന്ന നാളുകളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചെറിയ തടസ്സങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കടഭാരത്തിൻ്റെ അനുഭവങ്ങൾ, കണ്ണുനീരുകൾ, രോഗപ്രയാസങ്ങൾ എന്നിവയ്ക്കെല്ലാം പരിപൂർണമായ ഒരു മാറ്റം സാധ്യമാകും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാം. അതായത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുതോ വലുതോ എന്ത് തന്നെ ആകട്ടെ, എന്ത് തരം പ്രയാസങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തി നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ചെറിയ വായ്പാ ബാധ്യതകളുണ്ട്, പ്രയാസങ്ങളിലാണ്, ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല, അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ആരും നിങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് നിരാശരാകുന്ന വ്യക്തികളാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തേക്കാൾ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളും ഇന്നീ സമൂഹത്തിൽ ഒട്ടനവധിയാണ്. അതേസമയം നിങ്ങൾക്ക് ഈ കഷ്ടതകളോ പ്രയാസങ്ങളോ തന്നെ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്നാണ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം സാധ്യമാകുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ച് വിശ്വസിക്കുക, വരുന്ന കുറച്ച് ദിവസത്തിനകം ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ ചിത്രമായ വിഷുക്കണി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലമാണ്.
നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും ജീവിതത്തിൽ വളരെയധികം ഭാരത്തോടു കൂടി ജീവിക്കുന്നവരാണ്. പലപ്പോഴും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് ജീവിക്കുക, അല്ലെങ്കിൽ ഇനി എല്ലാം പ്രയാസമാണ്, എനിക്ക് മുന്നിൽ ഒരു വഴികളുമില്ല എന്നൊക്കെ ഓർത്ത് നിരാശരാകുന്ന മാതാപിതാക്കളോ വ്യക്തി ജീവിതങ്ങളോ ഒക്കെ ആയിരിക്കാം. സന്തോഷിക്കാൻ സമയം കിട്ടുന്നില്ല, സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുന്നില്ല, എപ്പോഴും മക്കളെക്കുറിച്ചുള്ള ആശങ്കയിൽ കഴിയുന്ന മാതാപിതാക്കളാണ്. എവിടെ എന്ത് ചെയ്താലാണ് ശരിയാവുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു നല്ല ജീവിതത്തിലേക്ക് നയിക്കുക ഒക്കെ ഓർത്ത് ഭാരപ്പെടുന്നവർ. എന്നാൽ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുക, നിങ്ങൾ ഈ ഭാരപ്പെടുന്നതിലോ നിങ്ങൾ ഈ വേദനിക്കുന്നതോ ഒക്കെ ഈശ്വരൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും നിങ്ങൾ അപമാനിക്കപ്പെട്ടപ്പോഴും നിന്ദിതരായപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തിയപ്പോഴുമൊക്കെ ആ ഈശ്വര ശക്തി എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പലപ്പോഴും പല വിധത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും പല വെല്ലുവിളികൾക്കും അടിമകളാകേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോഴും ഒക്കെ ആ ഒരു ഈശ്വര ശക്തി നിങ്ങളെ മറന്നുപോയിട്ടില്ലായിരുന്നു. അത്രത്തോളം അനുഗ്രഹവും ഭാഗ്യവുമാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസം കൈവിടരുത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കടഭാരമാണ്, എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല, പ്രയാസമാണ്, ഞാൻ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക, എല്ലാം ഈശ്വരൻ നോക്കിക്കൊള്ളും എന്ന ഒരു വാക്യത്തിന് പുറത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടഭാരമോ കണ്ണുനീരോ പ്രയാസങ്ങളോ ഒന്നും തന്നെ മാറിപ്പോകില്ല. അതായത് എല്ലാം ഈശ്വരൻ അർപ്പിച്ച് ജീവിക്കാതെ എനിക്കും കഴിയും, അല്ലെങ്കിൽ ഈശ്വരൻ എനിക്കുള്ള അത് വഴി കാണിച്ചു തരും, അതിന് പ്രകാരം ഞാനും അധ്വാനിക്കണം എന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അപ്രകാരം ഉചിതമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നേറുക. ചെറിയ ചില എടുത്തുചാട്ട മനോഭാവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ എടുത്തുചാട്ട മനോഭാവമൊക്കെ മാറ്റിവെച്ച് ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരടുത്തുകൂടെ ഒന്ന് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രം അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക. പലപ്പോഴും പല ആപത്ഘട്ടങ്ങളിലും ഈശ്വരൻ സഹായകരമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കടഭാരങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ പലപ്പോഴും മറന്നുപോയ സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തെ ആർഭാടകരമാക്കിയ നിമിഷങ്ങളുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ് കടന്നു വരുന്നത്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ വിഷമിക്കുന്ന ഈ ഒരു സമയം തീർച്ചയായിട്ടും അനുഗ്രഹപൂർണ്ണമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കടന്നു വരും. എല്ലാവർക്കും അതിനനുസരിച്ച് ഈശ്വര സംരക്ഷണം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.